23ഉം 26ഉം വയസ്സായ രണ്ട് യുവാക്കൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് പെൻഷനായി വിവരം കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികളും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. കാരണം 2 വർഷവും 3 മാസവും ജോലി ചെയ്ത ഒരു മന്ത്രിയുടെ കീഴിലുള്ള ഈ ചെറുപ്പക്കാരാണ് പെൻഷനായിട്ട് പുറത്തിറങ്ങിയത്. ഇനി ഇവർക്ക് ആജീവനാന്തം പെൻഷൻ കൊടുക്കും, മറ്റു ആനുകൂല്യങ്ങളും വേറെയും കിട്ടും. ഒരു മന്ത്രിയുടെ പിന്നാലെ നടന്ന ഈ ചെറുപ്പക്കാരാണ് 23-26 വയസ്സിൻ്റെ ഇടയിൽ പെൻഷനാവുന്നത്. അങ്ങനെ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ 5 വർഷം ഓരോ മന്ത്രിമാരും 20-21 സ്റ്റാഫിനെ വയ്ക്കും. ഈ സ്റ്റാഫിനെ യാതൊരു മാനദണ്ഡവുമില്ല, എത്ര പേര് പഠിക്കണമെന്നില്ല, എന്തൊക്കെ ബിരുദങ്ങൾ വേണമെന്നോ ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ 2 വർഷവും 3 മാസവും ഒരു മന്ത്രിയുടെ പിന്നാലെ നടന്നാൽ പെൻഷൻ കിട്ടുന്ന കാലമാണ്. നമ്മുടെ നാട്ടിൽ കണ്ടമാനം യുവാക്കൾ പഠിച്ച് വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ തേടി അലയുന്ന അനേകം യുവാക്കൾ, ലക്ഷക്കണക്കിന് യുവാക്കൾ ഉള്ള നാട്ടിലാണ് ഈ ഒരു സംഗതി നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി തവണ ഇതിനെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ആരും അതിനെതിരായിട്ട് സമരം ചെയ്യുകയോ പ്രതിഷേധിക്കുകയോ ഈ മാനദണ്ഡം തിരുത്തണമെന്ന് ഒറ്റ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷമായാലും ഭരണകക്ഷിയായാലും അതൊന്നായിട്ട് ബന്ധമില്ലാത്ത ഒരൊറ്റ പ്രസ്ഥാനങ്ങളും ആരോടും പരസ്പരം ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഊഴം വരുമ്പോൾ നടപ്പിലാക്കാനുള്ള നയമാണ് ഈ ഒരു പദ്ധതി. ആരൊക്കെ അധികാരത്തിൽ വരുന്നുണ്ടോ അവരുടെയൊക്കെ പാർട്ടികളുടെ നേതാക്കളുടെ മക്കളെ തിരികെ കയറ്റി ആജീവനാന്തം പെൻഷൻ കൊടുക്കുന്നത് നമ്മുടെ ഖജനാവിൽ നിന്നാണ്. എന്നാൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള അനേക യുവാക്കൾ തൊഴിൽ തേടി അലയുന്ന സംസ്ഥാനത്താണ് ഈ ഒരു അനീതി നടക്കുന്നത്. ഒരാളും ചോദ്യം ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉയർന്നു വരാത്ത വിവാദങ്ങളാണിത്. നമ്മുടെ നാട്ടിലെ സാധാരണ പൗരന്മാർക്കും അതേപോലെ തന്നെ മറ്റാർക്കും കിട്ടാത്ത ആനുകൂല്യങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പിന്നാലെ നടന്നാലും നടന്നില്ലെങ്കിലും കിട്ടുന്ന ഈ ആനുകൂല്യങ്ങൾ എന്നാണ് നിർത്തലാക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസരത്തിനൊത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്ന അടവ് നയമാണ്. ഇങ്ങനെ കേരളത്തിൽ ചുരുങ്ങിയത് 25,000 പേരെങ്കിലും പെൻഷൻ മേടിക്കുന്ന നാടായി മാറിയിട്ടുണ്ട്. അതിന് കോടാനുകോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. ജനാധിപത്യം ആണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ചൂടൊക്കെ നടക്കുന്ന ഈ സമയത്ത് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ അനീതിയെക്കുറിച്ച് പറ്റിയത്.